നമസ്കാരം. ഗുരുപവനപുരിയിലെ രാഷ്ട്രീയ പ്രദക്ഷിണങ്ങൾ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. മാസങ്ങൾക്കുള്ളിൽ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറന്നിറങ്ങണമെങ്കിൽ അതിനു പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് കാർമ്മികത്വം വഹിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ വരണമെങ്കിൽ അതിനു പിന്നിലും ഒരു രാഷ്ട്രീയമുണ്ട്. അതും ഗുരുവായൂരിൽ. കേരളത്തിൽ നിന്നൊരു ലോക്സഭാ സീറ്റ് വിജയം അത് സാധാ BJPക്കാരെ കൊണ്ട് സാധിക്കണം എന്നില്ല. സാധാ BJPക്കാരിൽ രാജഗോപാൽ എന്ന രാജേട്ടന് മാത്രമാണ് അത്തരമൊരു വിജയം BJPക്ക് നേടിക്കൊടുക്കാനായത്. രാഷ്ട്രീയത്തിന് അതീതമായി വോട്ട് നേടിക്കൊടുക്കാൻ BJPയുടെ കയ്യിൽ ഇപ്പോൾ സുരേഷ് ഗോപി എന്ന ആയുധം മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്ത് വന്നുവെങ്കിലും 3 ലക്ഷത്തിനടുത്ത് വോട്ട് നേടി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഇറങ്ങിയിട്ടും വിജയം കാണാൻ ഒത്തില്ല. ഇത്തവണ പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരണമെങ്കിൽ തൃശ്ശൂരിനെ പ്രതി BJP നെയ്യുന്ന രാഷ്ട്രീയ മോഹങ്ങളുടെ തീവ്രത അറിയണം. എന്തായാലും ഇങ്ങനെ വിവിധ ഉദ്ദേശ്യങ്ങളുടെ ആയിരുന്നു ഇത്തവണ നരേന്ദ്രമോദിയുടെ വരവ്. എന്നാൽ പ്രധാനമന്ത്രി ഇനിയും വന്നോട്ടെ, പക്ഷെ തൃശ്ശൂരിനെ പ്രതി മോഹങ്ങളൊന്നും വേണ്ടെന്നും ആസ്ഥാന നിലയ വിദ്വാൻമാരായ UDFകാരും LDFകാരും പറയുന്നു. അതൊരു വെറും യാത്രയല്ല, എന്തോ എവിടെയോ ഒരുങ്ങുന്നുണ്ട്. പമ്പരം പരത്തിവിടാം, ഇടിവെട്ടും അമുക്കിനു തിരികൊളുത്താം, വെടിപട കുതിരയെ പിടിച്ചു കെട്ടാം, പടവെട്ടി പകിടകൾ അടിച്ചെടുക്കാം, എരിയുന്ന സൂര്യനെ പിടിച്ചെടുക്കാം, കടൽ കൊടുക്കാറ്റിനെ കവർന്നെടുക്കാം, തടയുന്ന കൊടുമുടി അടിച്ചുടയ്ക്കാം, മുകിലിൽ ചെന്നിടി മിന്നലെടുത്തെറിയാം. പ്രധാനമന്ത്രി ഇനിയും വരട്ടെ. അതുകൊണ്ട് കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിലൊന്നും വ്യത്യാസം വരാൻ പോകുന്നില്ലല്ലോ. കേരളത്തിൽ BJP അപ്രസക്തമാണ്. കാരണം കേരളത്തിൻ്റെ ജനമനസ്സെന്ന് വെച്ചാൽ സെക്കുലറാണ്, മതേതര മനസ്സുള്ളതാണ് കേരളത്തിൻ്റെ മനസ്സ്. ഇവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം BJP നടത്തുന്നത് വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ്. ആളുകളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. കേരളത്തിലെ ജനത പ്രബുദ്ധമായൊരു ജനതയാണ്. അവരത് വെറുപ്പോടുകൂടി തള്ളിക്കളയും. പിന്നെ അവർക്ക് അവരുടെ പ്രചരണം നടത്താനുള്ള ജനാധിപത്യത്തിലുള്ള സ്വാതന്ത്ര്യത്തെ നമ്മളെന്തിനാണ് തള്ളിപ്പറയണത്? പ്രധാനമന്ത്രി 5 പ്രാവശ്യം വന്നാൽ നമ്മളെന്താ പേടിച്ചാൽ കയറിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ട ദൈവമായി ആകാശത്തൂടങ്ങ് പറവറക്കാം, ഹൈടെക്കിൽ ജാലമായി അറ്റം ബോംബേറുമായി മിക്കിൽ മിറാജിൽ നാം കുതിക്കാം. അണ്ടർവേൾഡ് ആയാലും ആക്ഷൻ ഫോഴ്സ് ആയാലും അറ്റാക്കിൽ നമ്മൾ തകർക്കും, ബില്ലാഡനായാലും സദ്ദാമായാലും കൈയോടെ നമ്മൾ പിടിക്കും. വിശ്വാസത്തിൻ്റെ പേരിൽ അമ്പല നിർമ്മാണവും യഥാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇന്ധനം പോലെയാണ് ഈ രാമക്ഷേത്രത്തെ അവർ കൈകാര്യം ചെയ്യുന്നത്. ആ നിലപാടിനെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ഇനി ഗുരുവായൂരിലെ VVIP കല്യാണമേളത്തിലേക്ക് വരാം. കല്യാണ പെണ്ണും കുടുംബവുമല്ല ഇവിടെ VVIP. ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദിയാണ് കല്യാണം കൂടാൻ വന്നത്. പെണ്ണിൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്നത് തന്നെ പ്രധാനമന്ത്രിയാണ്. ഗുരുവായൂർ നടയിൽ വന്ന് അകത്തേക്ക് നോക്കിപ്പോകുന്ന ഇപ്പോഴത്തെ മുഖ്യനെ പോലെയല്ല. പഴയൊരു മുഖ്യനും ഗുരുവായൂരപ്പ ഭക്തനുമായ ലീഡർ K കരുണാകരനെ പോലെയുമല്ല. ഗുരുപവനപുരി കീഴടക്കാൻ തന്നെയാണ് ഈ നരേന്ദ്രൻ്റെ വരവ്. ഹന്തഭാഗ്യം ജനാനാം.
ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴികാട്ടുക നാരായണ രൂപം. തളരുമ്പോൾ ആത്മാവാം പശുവേ നിന്നാവിൽ അമൃതം പോലൂറിയിടുക നാരായണ നാമം, ഹരിനാരായണ നാമം. അയാളാരാ? അതല്ലേ കല്യാണരാമൻ. സദ്യവട്ടങ്ങൾ ഒരുക്കാൻ ഇവരെ കഴിഞ്ഞിട്ടേ നാട്ടിൽ വേറെ ആളുള്ളൂ. അത്രയ്ക്ക് കേമമാ അവരുടെ സദ്യ. കുരുവികളെ വരു കുയിലുകളെ നല്ല മധുവിധുരാവുകളെ യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ ഇവർക്കാശംസകളെ. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം നമുക്കീ മധുവിധുവാസന്തരാവിൽ. പട്ടുമെത്ത വിരിച്ചതിലിരുത്താം ഇവരെ കല്യാണ പാട്ടുപാടി ഉണർത്താം. താരഹാരമണിഞ്ഞ രാവിൽ ആനന്ദമുല്ലാസമുന്മാദമൊഴുകുമ്പോ ചുവടുവെച്ചു പാടാം ശുഭരാത്രി. മനസ്സുകൊണ്ട് നേരാം ആശംസ. ചുവടുവെച്ചു പാടാം ശുഭരാത്രി. മനസ്സുകൊണ്ട് നേരാം ആശംസ. കുയിലുകളെ വാവാ, ഇണക്കുരുവികളെ വാവാ, നല്ല മധുവിധുരാവുകളെ യുവമിഥുനങ്ങൾ നവമിഥുനങ്ങൾ അയോധ്യ വാഴും ശ്രീരാമ ഭഗവാനെ വീണ്ടും അയോധ്യയിൽ വാഴിക്കാൻ ഇനി യാത്ര അവിടേക്കാണ്. വഴിയിൽ എല്ലാ ശ്രീരാമക്ഷേത്രവും നരേന്ദ്രൻ്റെ വഴിയിൽ പവിത്ര പീഠങ്ങൾ. തൃപ്പയാർ തേവർക്ക് വഴിപാടായി മീനൂട്ടും. തൃപ്രയാർ തേവരേ കൈതൊഴാം തേവരേ, കൈവിടല്ലേ എന്നെ നീ കാരുണ്യവാരിധേ. തൃപ്രയാർ തേവരേ കൈതൊഴാം തേവരേ, കൈവിടല്ലേ എന്നെ നീ കാരുണ്യവാരിധേ. ഒരു MP-യുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നു. ഞാനതിലൊന്നും കുറ്റപ്പെടുത്തില്ല. അദ്ദേഹം ക്യാമ്പയിൻ ചെയ്യാൻ വരുന്നതിനെയും കുറ്റപ്പെടുത്തില്ല. പക്ഷെ അതുകൊണ്ട് BJP ജയിക്കാം എന്ന് കരുതണ്ട. BJP കേരളത്തിൽ ജയിക്കില്ല. കേരളത്തിലെ ജനങ്ങളിലുള്ള വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. നേരിന്റെ പാതയിൽ നേതാവായി പോകുമ്പോൾ അന്യായത്തെ നമ്മൾ അടിച്ചൊതുക്കും. അമ്പമ്പോ പോലെ കൊമ്പനെന്നാകിലും സിംഹം പോൽ നീ നിന്ന് കുരയ്ക്കും. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, നിങ്ങളാണ് ഈ പാർട്ടിയുടെ ജീവനവാടി. അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് താമസിച്ചാലും ഒരാളെ പോലും കേരളത്തിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല. हमारा पहला संकल्प चाहिए, हमारा बूथ हम जीतेंगे. हम हमारे बूथ में पराजित नहीं होंगे. अगर बूथ को जीत लिया तो केरल को भी जीत सकते हैं. ഒരു ഇമ്പാക്റ്റും ഇല്ല. അദ്ദേഹം ധാരാളം ടാറ്റ കാണിച്ചു പോവും. ടാറ്റ ജനങ്ങൾ തിരിച്ച് അദ്ദേഹത്തിന് നൽകും, വോട്ട് ഞങ്ങൾക്ക് നൽകും. തൃശ്ശൂരിൽ ജയിച്ചു വരാൻ കഴിയുമെന്ന് സുരേഷ് ഗോപി കരുതണ്ട. എല്ലാം നഷ്ടക്കച്ചവടം. പ്രധാനമന്ത്രി വന്നാൽ
സ്വീകരിക്കാനും യാത്ര അയക്കാനും പ്രോട്ടോകോൾ പ്രകാരം മുഖ്യമന്ത്രി തന്നെ വരണം. പിണറായി വരികയും ചെയ്തു, കൈ കൊടുക്കുകയും ചെയ്തു. ആ രണ്ടുപേരുടെ കയ്യും പിടിച്ചുള്ള നിൽപ്പ് നമ്മുടെ കോൺഗ്രസ്സുകാർക്ക് അത്ര പിടിച്ച മട്ടില്ല എന്ന് മാത്രമല്ല, ആ നിൽപ്പിൽ സംതിങ് ഫിഷി അവർ മണക്കുകയും ചെയ്യുന്നു. അലയന്റെ മനസ്സ് കാണാൻ ഞാൻ വൈകിപ്പോയി. എതിർ ഗ്രൂപ്പിൽ നിന്ന് അലയനെതിരെ കളിച്ചതിന് എന്നോട് പൊറുക്കണം. അതൊന്നും സാരമില്ല. പിന്നെ ഇങ്ങനെ ഒരു സംസാരം നടന്നു വരും ആരും അറിയാൻ പാടില്ല. ഗുണശേഖരൻ അമ്മാവന്റെ മുമ്പിൽ നമ്മൾ പഴയതുപോലെ ശത്രുക്കൾ തന്നെ ആയിരിക്കണം. മനസ്സിലായല്ലോ? മനസ്സിലായി. ഞാൻ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതിനെ കുറിച്ച് കുറ്റമൊന്നും പറയില്ല. പക്ഷേ ജ്യോതി ബാസുവിൻ്റെ ഒരു അനുസ്മരണ പരിപാടിയും ജ്യോതി ബാസുവിൻ്റെ പേരിലുള്ളൊരു സെൻറ്ററും കൽക്കട്ടയിൽ ഉദ്ഘാടനം ചെയ്യേണ്ട മുഖ്യമന്ത്രി അത് ക്യാൻസൽ ചെയ്തിട്ടാണ് പ്രധാനമന്ത്രിയെ ഇങ്ങോട്ട് വന്നപ്പോൾ സ്വീകരിച്ചതും അങ്ങോട്ട് പോയപ്പോൾ യാത്രയാക്കിയത്. ആ രണ്ട് കൈയും ചേർന്നുള്ള ഒരു നിൽപ്പുണ്ടല്ലോ, അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. എന്താണ് അത് അന്ന് നോക്കിയാൽ മതി. നിങ്ങളൊന്ന് മനസ്സിരുത്തി, ഞാൻ അത്രേ പറയുന്നത്, മനസ്സിരുത്തി നോക്കിയാൽ മതി. അത് ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. അങ്ങ് സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സഫാരി സൂട്ടിട്ട് കിടക്കുന്ന ദൈവദൂതനാണ്, മാലാഖയാണ്, അസ്പരസാണ്. ആ നിപ്പുണ്ടല്ലോ, ആ നിപ്പ് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് നോക്കിയാൽ മതി. കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിരുത്തി കാണുന്നുണ്ട്. ആ കൈ ചേർത്ത് പിടിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കൻ എന്ന് അണികളെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്ന ഈ മുഖ്യമന്ത്രി ഇത്രയും വിനയാന്വിതനായി, ഇത്രയും നല്ല മനുഷ്യനായി, ഇത്രയും എളിമയോടുകൂടി നിൽക്കുന്ന ഒരു പടം കണ്ടപ്പോൾ എത്ര വ്യാഖ്യാനങ്ങൾ അതിനുണ്ടാവാം. കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ 10 പടം ഞാൻ എടുത്ത് കാണിച്ചാലോ? നരേന്ദ്രമോദി എന്നുള്ള പ്രധാനമന്ത്രിയെ ഏത് സംസ്ഥാനത്ത് ചെന്ന് കഴിഞ്ഞാലും ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ സ്വീകരിക്കാറുണ്ട്. അത് സതീശൻ അറിയില്ലെങ്കിൽ സതീശൻ കോൺഗ്രസിൻ്റെ ചരിത്രം ഒന്ന് പഠിക്കണം. മുരളീധരനും പിണറായി വിജയനും തമ്മിലൊരു സെറ്റിൽമെന്റ് ഉണ്ട്. മുരളീധരനാണ് അതിന്റെ ഇടനിലക്കാരൻ. അതിന്റെ ഭാഗമായിട്ടാണ് CBIയും ED അന്വേഷിക്കാതെ വീണ്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കുക. മനസ്സിലാക്കി കളഞ്ഞല്ലോ. കെ മുരളീധരനാകട്ടെ ഇതിലൊരു സജീവമായ അന്തർധാര തന്നെ ദർശിക്കുന്നു. കെ മുരളീധരൻ കരുതം പോലെ 77-ലെ അന്തർധാരയൊന്നുമല്ല. അതല്ലല്ലോ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ഞാൻ സൂചിപ്പിച്ച അന്തർധാര ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഇത്രയും വിനയത്തോടുകൂടെ ഒരുപക്ഷെ BJPയുടെ മുഖ്യമന്ത്രിമാർ പോലും നിൽക്കില്ല. അത്രയും അതിവിനയം. കൈവിടരുത്. സമരം ചെയ്യാനും അലമുണ്ടാക്കാനും അല്ലാതെ വേറൊരു പണി ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ ഒന്ന് കൂടെ നിർത്തോ, എന്തെങ്കിലും തന്നാ മതി. ഞങ്ങളെ കാണുമ്പോൾ ചീറി കടിക്കാൻ വരുന്ന ആൾ അനുസരണയുള്ള ഒരാട്ടിൻകുട്ടിയായിട്ട് മോഡിയുടെ മുമ്പിൽ നിൽക്കുക. അത് ഇതിനു വേണ്ടിയിട്ടാണ്, ഈ കുരുക്കിൽ നിന്ന് ഊരിപ്പോരാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. പിണറായി വിജയൻ ചെന്ന് കൈകൊടുത്തു കഴിഞ്ഞാൽ വീണു പോകുന്ന അലിഞ്ഞു പോകുന്ന പ്രതിമയാണ് നരേന്ദ്രമോദി എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ്സുകാർ ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിട്ട് നരേന്ദ്രമോദിക്കെതിരെ ഒരുമിച്ച് സമരം ചെയ്യാൻ പോകുന്നു. കൊച്ചിയിലെ പ്രസംഗത്തിൽ കേന്ദ്രത്തിനെക്കുറിച്ച് ഒരു പരാതിയില്ല. 8-ാം തീയതി സമരം ചെയ്യാൻ പോവാണ് കേന്ദ്രത്തിനെതിരെ എന്ന മുഖ്യമന്ത്രി പ്രധാനമന്ത്രി അടുത്ത് കിട്ടിയിട്ട് പോലും അതിനെക്കുറിച്ച് കമാശം വേണ്ടിയിട്ടില്ല. അപ്പോൾ അന്തർധാര വ്യക്തമായി കഴിഞ്ഞു. ഈ സംസ്ഥാനത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു. എന്തിനാ വരുന്നത്? നമ്മുടെ കൊച്ചിയിലുള്ള വലിയ 2 കമ്പനികൾക്ക് 3 പ്രോജക്റ്റ് 4000 കോടിയാ. ആ പ്രോജക്റ്റിൻ്റെ ഉദ്ഘാടനത്തിന് പോയില്ലെങ്കിൽ നിങ്ങളെന്താ പറയുക? ഈ കേരളത്തിന് ലഭിക്കേണ്ട ആനുകൂല്യം ഇല്ലായ്മ ചെയ്യാനുള്ള നിലപാടാണ് സ്വീകരിച്ചതെന്ന് നിങ്ങൾ പറയൂ. ഇന്ത്യൻ പ്രധാനമന്ത്രി സഹായം നൽകുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, അതിൽ പോകാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? പിന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പിന്നെ എവിടെയാ പോണ്ട്? നിങ്ങൾ പറയുന്നൊരു ന്യായം വേണ്ടേ? തൃശ്ശൂർ ഏതാണ്ട് CPIനെ കുരുതി കൊടുക്കാൻ തീരുമാനിച്ചു. ഇനി ബാക്കി ഘടകകക്ഷീനെ എവിടെ കുരുതി കൊടുക്കുന്നുള്ളത് ഇലക്ഷനിൽ കാണാം. പക്ഷെ ഒരു കാര്യം മുഖ്യമന്ത്രി മനസ്സിലാക്കണം, 77-ൽ ഇതേ ശക്തികളുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ബന്ധമുണ്ടാക്കിയിരുന്നു. അന്ന് വട്ടപൂജയാണ് പാർലമെൻറ്റിലേക്ക് കിട്ടിയത്. അത് ഇത്തവണ ആവർത്തിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിന്റെ കരുനാക്കം വെച്ചോണ്ട് ചുമ്മാരുന്നേ.